അടുത്ത യാത്ര തണുപ്പുള്ള ഡൽഹി ടു ചൂടുള്ള കേരളം. അതിന്റെ മുമ്പ് ഇവിടുത്തെ മാർക്കറ്റിൽ കൂടെ ഒന്ന് തെണ്ടാറങ്ങി. ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില കുറവാണ്. ഡ്രസ്സൊക്കെ വാങ്ങണമെങ്കിൽ പെരുലാഭം. ട്രൗസറൊക്കെ ഉണ്ട്. 4 ട്രൗസറിന് 100 രൂപ. ഒപ്പം ഒരു ചെറിയ ഓയിൽമെന്റിന്റെ പാക്കും കിട്ടും. ആ ട്രൗസർ ഇട്ട് ചൊറിണ്ടായ തേക്കാനാണ് ഓയിൽമെന്റിന്റെ പാക്ക്. അതിന്റെ ശേഷം ഞങ്ങളെ ബാച്ചിൽ നിന്ന് IAS-ന്റെ ഇന്റർവ്യൂ കിട്ടിയ ഏക പ്രതിഭനെ കണ്ടു. ഓൻ ഞങ്ങളെ കാണാൻ എയർപോർട്ടിൽ വന്നതായിരുന്നു. ഓൻക്ക് വീഡിയോ പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഈ കഴിവുള്ളവർക്ക് ഭയങ്കര നാണു വിനയകരം. പിന്നെ എയർപോർട്ടിന്റെ ഉള്ളിൽ കയറി കുറെ നേരം ആ റൺവേക്ക് നോക്കുന്നു. ഈ കാണുന്ന ഗുളിക മാരിക്കത്തെ പെട്ടിന്റെ ഉള്ളിലാണ് നമ്മളെ ലഗേജുകളൊക്കെ. ഫ്ലൈറ്റിക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ബസ് കണ്ടു. ലഗേജുകൾ വരിയായി പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് ഈ റൺവേന്റെ ഉള്ളിൽ. അങ്ങനെ നമ്മളെ നേരായപ്പോ നമ്മൾ വിമാനത്തിൽ കയറി. മലപ്പുറം വിമാനത്താവളാണ് നമ്മൾ ലക്ഷ്യങ്ങൾ. അതിന്റെ മുമ്പ് ബാംഗ്ലൂർ ഒന്ന് ഇറങ്ങാൻ. വിമാനം പറക്കുന്ന രംഗം നേരെ കണ്ടോളി. ആദ്യം ഇങ്ങനെ മെല്ലെ പോകും. പിന്നെ സ്പീഡ് കൂട്ടി വന്ന് അവസാനം ഭയങ്കര സ്പീഡാവും. പിന്നെ പെട്ടെന്ന് അങ്ങ് പൊന്തും. ഈ പൊന്തുന്ന രംഗം കാണാൻ ഭയങ്കര രസമാണ്. കുറച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങും കാറുകളൊക്കെ വളരെ ചെറുതായി നമുക്ക് കാണാം. ആ രംഗം വേറെ ലെവലാണ്. ഇയാൾ ഇതാ ഉറങ്ങുമ്പോ അറിയാതെ കണ്ണ് തുറക്കാതിരിക്കാൻ വേണ്ടി കണ്ണൊക്കെ പാടെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇരുന്നിടങ്ങാറായപ്പോ ഞാൻ അവിടെ ബാക്ക് പോയിന്ന്. എത്ര നേരം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് അപകടം ഉണ്ടായ ചാടാനുള്ള ബാക്കിലെ വാതില്. ഒരു വിമാനത്തിൽ ഇങ്ങനത്തെ 4 വാതിലുണ്ടാവുക. 2 ബാക്കിലും 2 സീറ്റ് റോന്റെ സൈഡിലും. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ 2-3 വ്യൂകൾ ഞാൻ ഇവിടെ കാണിച്ചത്. ഇതാണ് നോർമൽ വ്യൂ. പിന്നെ ചില സമയത്ത് അടിയിൽ ഇങ്ങനെ മേഘം കെട്ടി നിൽക്കും. പിന്നെ ചില സമയത്ത് ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടാവും. രാവിലെയും വൈകിട്ടുള്ള സമയത്താണ് ഗോൾഡൻ ഷെയ്ഡ് കാര്യമായിട്ട് ഉണ്ടാവും. പിന്നെ ആഡംബരത്തിന്റെ പര്യായ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങി. ഇവിടുത്തെ ആർക്കിടെക്ചർ ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. അടുത്ത ഫ്ലൈറ്റിൽ ഒരു ഉറങ്ങി നീച്ചപ്പോൾ നമ്മൾ മലപ്പുറം എയർപോർട്ടിൽ എത്തി. റൺവേന്ന് എയർപോർട്ടിൽ കൊണ്ടുപോകാൻ ബസ് വന്നിരുന്ന്. പിന്നെ കാറിലിരുന്ന് നാട് നല്ലോണം ആസ്വദിച്ചു. അടുത്ത മലേഷ്യൻ ട്രിപ്പ് വരെ നാട്ടിലത്തെ വിശേഷങ്ങളുമായി കാണാം. അസ്സലാമു അലൈക്കും.